ഹല്ലേലൂയ. പിതാവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമാണോ? എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൊക്കെ നിറഞ്ഞാണോ? ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു സുവിശേഷമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരു ശിശുവിൻ്റെ മനോഭാവം വന്നെങ്കിൽ മാത്രമേ ഈ സുവിശേഷം നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. വെളിപാട് 14:6. മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വെളിപാടിൻ്റെ അധ്യായം നമുക്കറിയാം. യോനാസ്ലീഗയ്ക്ക് കൊടുത്ത വെളിപാടാണത്. യേശുക്രിസ്തു മരിച്ചതിന് ശേഷം കൊടുത്ത വെളിപാടാണത്. അപ്പോൾ നമ്മളിനി വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് വെളിപാടിൻ്റെ പുസ്തകം. അപ്പോൾ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത് ഭൂമിയിലുള്ള എല്ലാ ജനതകളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം, എന്നും നിലനിൽക്കുന്ന ഒരു സുവിശേഷം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റും. അത് തന്നെ 1 പത്രോസ് 1:5 ഈ വചനം തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. ഇത് അവസാന കാലത്തേക്ക്, ഈ അന്ത്യകാലത്തേക്ക് കർത്താവ് വെളിപ്പെടുത്താനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് ഇത്. ഹല്ലേലൂയ. ഈ സുവിശേഷം നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞു, ഇത് ഒന്നാമതായിട്ട് ശിശുവിൻ്റെ ഒരു മനോഭാവത്തിൽ നമ്മളായിരിക്കണം. ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ദൈവവചനം ദൈവപക്ഷത്ത് നിന്ന് വേണം നമ്മൾ കേൾക്കാൻ. ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് ഈ വചനം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെ വേണം ഈ വചനം നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത് KCBC പുറത്തിറക്കിയ POC ബൈബിളാണ്. ഇതിനകത്ത് ജ്ഞാനത്തിൻ്റെ പുസ്തകവും പ്രഭാഷകൻ്റെ പുസ്തകവും ഈ സുവിശേഷത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആമീൻ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. 2 തരത്തിലുള്ള പഠിപ്പീരാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് ശിഷ്യന്മാർക്കും, ഒന്ന് ഉപമകളായിട്ട് അവിടെ കൂടിയിരുന്ന മറ്റു ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് മർക്കോസ് 4:11-12 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഈ സുവിശേഷത്തെ ഒന്ന് എങ്ങനെ ഗ്രഹിക്കണമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ദൈവരാജ്യം, യേശുക്രിസ്തു പറഞ്ഞ ദൈവരാജ്യത്തിൽ നമുക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതിനെ 3ആയി തിരിയാം. ഒന്നാം ദൈവരാജ്യത്തിൽ യേശുവിൻ്റെ ജനനവും സുവിശേഷം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം എന്നിങ്ങനെയായി നമുക്ക് തിരിക്കാം. 2ആം ദൈവരാജ്യത്തിൽ യേശുവിൻ്റെ 2ആം വരവ്, സദ്വാർത്ത, ന്യായവിധി, ഇവയാണ് 2ആം ദൈവരാജ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 3ആം ദൈവരാജ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നിത്യജീവൻ, അമർത്യത, ദൈവത്തോടു കൂടെയുള്ള വാസം. അപ്പോൾ എന്തായിരിക്കും നിത്യജീവൻ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അതാണ് നിത്യജീവൻ. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ആരാണ് ദൈവം, പിതാവ് ആരാണ്, പുത്രൻ ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, ജ്ഞാനം ആരാണ് എന്നൊക്കെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ബൈബിളിൽ എങ്ങനെയാണ് ഈ വചനങ്ങൾ, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഈ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി ഇണവചനങ്ങളായിട്ടാണ് ഈ ബൈബിളിൽ ദൈവം, പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് നമുക്ക് വായിക്കാം. യെശയ്യാ 34:16. യെശയ്യാ 34:16 നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സൃഷ്ടികളിൽ, പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ എല്ലാം ഇണകളായിട്ടാണ് പിതാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനവും ദൈവം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ, വെളിപാടിലുള്ള ഒരു വചനം വായിക്കുമ്പോൾ അതിൻ്റെ ഇണവചനം കിടക്കുന്നത് ഒരുപക്ഷേ ഉൽപ്പത്തിയിലോ മറ്റോ ഒക്കെ ആയിരിക്കാം.
നമുക്കത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ഇണവചനങ്ങൾ നീട്ടി 2 ഇണകൾ കൂടിയാൽ പുതിയൊരു സൃഷ്ടി ഉണ്ടാവുന്നു. അപ്പോൾ സൃഷ്ടകർമ്മം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ഇണവചനങ്ങൾ അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ചങ്ങല പോലെ ഇത് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇണവചനം നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ദൈവപ്രവർത്തികളുടെ വചനമാണ് രണ്ടാമത് ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് പ്രഭാഷകൻ 42:15 അതിൻ്റെ വചനം കിടക്കുന്നത്. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിപ്പിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. മൂന്നാമത് ഒരു വേർതിരിവാണ് അലിഖിത വചനങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് മത്തായി 3:16 നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ആ വചനം വായിക്കാം. സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ ഹൃദയത്തിൽ രൂപപ്പെടാം. അതുവരെ സ്വർഗം അടച്ചിരുന്നു. ആരെ എപ്പോൾ? ഇതെങ്ങനെയാണ് നമ്മളുടെ ഈ വചനത്തിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്? പിന്നെ നാലാമതായിട്ട് ഇതിനെ തിരിക്കാവുന്ന മുദ്രിത വചനങ്ങൾ എന്ന രീതിയിലാണ്. മുദ്രിത വചനങ്ങൾ ദാനിയേൽ 12:8-9. മുദ്രിത വചനങ്ങളിൽ ദാനിയേൽ 12:8-9 അത് പറയുന്നത്. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭോ ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണ്? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ച് മുദ്ര വെച്ചതാണ്. ഹല്ലേലൂയ. അവസാന ദിനം വരേക്കും, അന്ത്യകാലം വരേക്കും അടച്ച് മുദ്ര വെച്ച വചനങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ദാനിയേലിന് പോലും വെളിപ്പെട്ടില്ല. ഈ ബൈബിളിന് ഓരോ കാലഘട്ടങ്ങളുണ്ട്. ബൈബിളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഓരോ കാലഘട്ടങ്ങളുണ്ട്. ഇത് അന്ത്യ കാലഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് ഈ വചനം ഞങ്ങൾക്ക് കർത്താവ് തുറന്നു തരുന്നതും അത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതും. അത് കർത്താവിൻ്റെ കൃപയാണ്. ഞങ്ങൾ ബൈബിൾ കോളേജിലോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പഠനത്തിനോ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ കർത്താവ് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അത് നിങ്ങളിലേക്ക് എത്തിക്കണം, നിങ്ങളത് പഠിക്കണം, നിങ്ങളും ദൈവമക്കളായി തീരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒരുങ്ങാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വചനം സംസാരിക്കുന്നത് ജീസസ് എറ്റേണൽ ലൈഫ് മിനിസ്ട്രിയുടെ ചുമതല വഹിക്കുന്ന മൈക്കിൾ ബ്രദറാണ്. ആ മൈക്കിൾ ബ്രദറെ നമുക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 നമുക്കെല്ലാവർക്കും ഇപ്പോൾ ദൈവപിതാവിൻ്റെ മുന്നിൽ പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിക്കാം. യേശുപിതാവിൻ്റെ വാക്കുകൾ, യേശുപിതാവ് ഭൂമിയിലേക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തിൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൈബിൾ POC ബൈബിളാണ്. ഇത് അല്പം കൂടി വലിപ്പം കൂടിയതാണ്. അതേ ബൈബിൾ തന്നെ. അപ്പോൾ എനിക്ക് കർത്താവ് തരുന്ന വചനങ്ങൾ ഓരോന്ന് ഇവിടെ പറയും. പറ്റുന്നവരെല്ലാവരും അത് നോട്ട് ചെയ്യണം. ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പർ ഇവിടെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവ് തരുന്ന വചനങ്ങൾ എന്താണെന്ന് എനിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനും അപ്പം തന്നെ വചനം എഴുതും. എന്നിട്ട് നമ്മൾ അത് എന്താണ് അവിടുന്ന് കർത്താവ് തരുന്നതനുസരിച്ച് നമ്മൾ ഓരോരോ വചനങ്ങൾ തന്നുകൊണ്ടിരിക്കും. അത് എല്ലാവരും വളരെ ശ്രദ്ധയോടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഇവിടെ എല്ലാവരും ഇരിക്കണം. വലിയ പണ്ഡിതരായിരിക്കാം, ബൈബിൾ പണ്ഡിതരായിരിക്കാം, വലിയ PhD-കാരായിരിക്കാം, എന്തു തന്നെയാണേലും കർത്താവ് മുക്കുവരെ തിരഞ്ഞെടുത്ത് പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിപ്പിക്കും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ഞാനത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് ഒരു ശിശു മനോഭാവത്തിൽ ശിശുക്കളെ പോലെ ഇരിക്കുക. കർത്താവ് വളരെ വലിയ സംഭവങ്ങൾ ഇന്ന് ഈ കുറച്ച് സമയങ്ങളിലുള്ളിൽ നമുക്ക് തരും. നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1:23. യോഹന്നാൻ്റെ സുവിശേഷം 1:23. അത് ഞാനും എഴുതുന്നു. കാരണം എനിക്ക് കർത്താവ് തരുന്ന എന്താണെന്ന് എനിക്കും അറിയണം. യോഹന്നാൻ 1:23 വചനം ഇതാണ്. അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഓക്കെ, അത് മതി. അപ്പോൾ ഇതിങ്ങനെയാണ്. നമുക്കതിനെ കൂടുതലായിട്ട് തുറന്ന് പറയാൻ സമയമില്ല. വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം അതിൻ്റെ കാതലായ ഭാഗങ്ങൾ മാത്രം എടുത്ത് പോകാനേ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ഈ ചുരുങ്ങിയ സമയത്തിൽ ഫിനിഷ് എടുക്കാൻ കഴിയില്ല. അപ്പം അന്ന്
യേശുക്രിസ്തു ഭൂമിയിലേക്ക് രക്ഷകനായി വരുന്ന കാലഘട്ടത്തിൽ 2000 വർഷം മുമ്പ് കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി യോഹന്നാൻ എന്നൊരു വ്യക്തിയാണ് തിരഞ്ഞെടുത്തത്. അവൻ്റെ വേഷം, അവൻ്റെ സ്വഭാവ രീതികളെല്ലാം നമ്മൾ ബൈബിളിൽ വ്യക്തമായിട്ട്, ബൈബിൾ അറിയാവുന്ന ആളുകളാണ്, എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ്. അപ്പം അന്നത്തെ യഹൂദ പ്രമാണികൾ അവനെ ശല്യം ചെയ്യാണ്. നീ ആരടാ, ഏതടാ? അവനെ ശല്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞ വാക്കിതാണ്, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ കേൾക്കുന്നത് ഒരു ശബ്ദമായിരിക്കും. എന്നെ നിങ്ങൾ ബഹുമാനിക്കണ്ട, എനിക്ക് നിങ്ങൾ സ്തുതി ചെല്ലണ്ട. ഹലോ ബ്രദറെ, നന്നായിരുന്നു ബ്രദറെ, ഇതൊന്നും എന്നോട് പറയണ്ട, ഇതൊന്നും എൻ്റെ ജോലിയേ അല്ല. വെറും ഒരു സ്പീക്കറായിട്ട് എന്നെ കാണുക. ഈ ദൈവം സംസാരിക്കുന്ന, പിതാവ് തൻ്റെ മക്കളോട് സംസാരിക്കുന്ന വാക്കുകൾ ഓരോന്നോരോന്ന് നമുക്കിപ്പോൾ ശ്രമിക്കാം. 1 യോഹന്നാൻ 3:1 കർത്താവ് ഇങ്ങനെ പറയുന്നു, കണ്ടാലും, പിതാവ് പറയുന്ന വചനമാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിവാക്കപ്പെട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ള നമ്മൾ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. ഒന്ന് നമുക്ക് വായിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വചനത്തിൻ്റെ ഓരോരോ പീസുകളും ഓരോരോ വചനങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കാനായിലെ കല്യാണത്തിന് പുത്രൻ്റെ കൂട്ടുകാർ യേശു അവരുടെ ശിഷ്യന്മാരുമായിട്ട് പോകുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ബന്ധുക്കളാണ്. ബന്ധു വീട്ടിൽ വലിയ കാര്യമായിട്ടുള്ള കലവറ കാര്യങ്ങളെല്ലാം അമ്മയുടെ കയ്യിലിരിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അമ്മ ഓടി വന്ന് പറയാം, മകനെ അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും, ഒരു 10-30 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി ഇതാ, സ്ത്രീ എനിക്കും നിനക്കും എന്ത്? ഇങ്ങനെയാണ് അന്ന് യേശുക്രിസ്തു പറഞ്ഞ മറുപടി, സ്ത്രീ എനിക്കും നിനക്കും എന്ത്? അത് കഴിഞ്ഞ് ഇവൻ മടങ്ങുന്ന സമയത്ത്, അവൻ തിരിയുന്ന സമയത്ത് അവനൊരു ശബ്ദം, ചെറിയൊരു ശബ്ദം, ഒരു ശാന്തമായൊരു ശബ്ദം കേട്ടു, അവൻ പറയുന്നത് ചെയ്യുക. അത് അമ്മയുടെ വചനമാണ്, അതിന് ജ്ഞാനത്തിൻ്റെ വചനമാണ്. പരിശുദ്ധ അമ്മയാണ് എല്ലാം നിയന്ത്രിച്ചത്. പരിശുദ്ധ അമ്മയെ പുകഴ്ത്തി കാണിക്കുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് വചനങ്ങൾ എങ്ങനെയാലും ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കണം. അതെന്നെ ഏൽപ്പിച്ച ജോലിയാണ്. 2005 മുതൽ കർത്താവിനെ ദർശനങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്ന് ഇന്നിപ്പോൾ അത് പുറത്തേക്ക് ലോകത്തിലേക്ക് എത്തിക്കാൻ മാത്രം നമ്മളെ വളർത്തിക്കഴിഞ്ഞതുകൊണ്ട് അതിനുള്ള ശ്രമത്തിൽ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക, ഈ വെള്ളം വീഞ്ഞായി എന്ന അത്ഭുതം, ആദ്യത്തെ അത്ഭുതം, യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണത്തിൽ ചെയ്തു. അതിൽ 3 വചനമാണ് നടക്കുന്നത്. ഒന്ന്, അതിങ്ങനെ വരും, അതായത് മകനെ അവർക്ക് വീഞ്ഞില്ല. അത് നമ്മൾ എടുക്കേണ്ട, അതൊരു കോമൺ ടോക്കായിട്ട് പോയിക്കോട്ടെ. അപ്പോൾ മകനെ അവർക്ക് വീഞ്ഞില്ല, സ്ത്രീ എനിക്ക് നിനക്കും എന്ത്? അത് അരിശപ്പെട്ടു പോയിട്ട് അവൻ കേൾക്കുന്ന ഒരു ശബ്ദം, പുറകുന്നൊരു ശാന്തമായ ശബ്ദം, അവൻ പറയുന്നത് ചെയ്യുക, വളരെ ശാന്തമായി. അപ്പോൾ അവൻ്റെ ജ്ഞാനം പ്രവർത്തിച്ചു, അവന് മനസ്സിലായി, അവൻ്റെ സമയമായി. അപ്പം വെള്ളം വീഞ്ഞാക്കാനായിട്ടുള്ള വചനത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 1, ജ്ഞാനത്തിൻ്റെ വചനമായ അവൻ പറയുന്നത് ചെയ്യുക. 1. 2, ഭരണികളിൽ വെള്ളം നിറയ്ക്കുക, 2ാമത്തെ വചനം. 3, ഇനി പകർന്ന് കലവറ പ്രമാണിക്ക് കൊടുക്കുക. അപ്പോൾ 3 വചനത്തിലാണ് വെള്ളം വീഞ്ഞായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും തുറന്ന് കർത്താവ് തരാൻ പോകുന്നത്. ഇത് തുടക്കത്തിൽ ചെറിയൊരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇനി നമുക്ക് പോകുന്ന ശബ്ദം, യോഹന്നാൻ ശബ്ദം, മരുഭൂമിയിൽ വിളിച്ച് പറയുന്നതിൻ്റെ ശബ്ദം. അപ്പോൾ ഈ ശബ്ദം ഇനി നമുക്ക് കർത്താവ് തന്നുകൊണ്ടിരിക്കും. ഇത് പിതാവിൻ്റെ ശബ്ദം, പുത്രൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, പരിശുദ്ധജ്ഞാനമായ പരിശുദ്ധ അമ്മയുടെ ശബ്ദം. കാരണം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്നാണ് പരിശുദ്ധ അമ്മയെ പറയുക. ആകാശമോക്ഷത്തിൻ്റെ വാതിൽ, ഉഷകാല നക്ഷത്രമേ, അങ്ങനെ അമ്മയെപ്പറ്റി വളരെ ഉയർന്ന നിലയിലുള്ള ഒരു സംഭവം പറയുന്നുവെങ്കിലും പരിശുദ്ധ അമ്മയുടെ ആ പൂർണ്ണ രൂപത്തിലേക്ക് കൊടുക്കാനും അത് അമ്മ ആരാണ് എന്ന് ആത്മീയ ലെവലിലിരിക്കുന്ന അവസ്ഥയും കൂടെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം പുത്രനെ, അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയെ,
അത് കഴിഞ്ഞ് പിതാവിനെ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ഇതിൻ്റെ ഇടയിൽ പരിചയപ്പെടും. ഇണവചനങ്ങൾ കാണും. അതൊക്കെ നമുക്ക് നോക്കാം. ഒരു മുദ്രിത വചനം ഇപ്പോൾ തുറക്കാം. വെളിപാട് 22:18-19. വെളിപാട് 22:18-19. അത് പറയുന്ന ഇതാണ്: ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒന്നും എടുത്തു കളയാൻ പാടില്ല, ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. കിട്ടിയോ? 22:18. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റേതായ എന്തെങ്കിലും ഇവിടെ പറഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും, ഉറപ്പ്. ഞാനത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് പറയാൻ തന്നെ ഞാനങ്ങ് തീരുമാനിച്ചു. ആരെതിർത്താലും എന്ത് സംഭവിച്ചാലും എനിക്കത് വിഷയമല്ല. കാരണം യോഹന്നാൻ 14 യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:1-4 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, പിതാവിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു 2000 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞു. യേശുക്രിസ്തു ഒരിക്കലും കള്ളം പറയില്ല. വരും എന്ന് പറഞ്ഞാൽ വരിക തന്നെ ചെയ്യും. വരുമ്പോഴേക്കും വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ഒരു ഗണത്തെ ആൾക്ക് വേണം. അതിന് കർത്താവേ കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു, ഞാൻ വലിയ വലിയ സംഭവങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കർത്താവിൻ്റെ കൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന, വിശുദ്ധിയോടുകൂടി ദൈവമക്കളാകാൻ ശ്രമിക്കുന്ന ഒരു ഗണത്തെ കർത്താവ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. 1917 മുതൽ പരിശുദ്ധ അമ്മ പലയിടത്തും പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് മക്കളെ ഇത് അവസാന നൂറ്റാണ്ടാണ്, പുത്രൻ്റെ ദ്വിതീയ ആഗമനത്തിന് വേണ്ടി ഒരുക്കണം. അങ്ങനെ ഇതാ ഇപ്പോൾ ഏതാണ്ട് 100 വർഷത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ യുഗാന്ത്യത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എന്ന് വെച്ചാൽ വിശുദ്ധമായ ഒരു ഗണത്തിന് മാത്രമേ പിതാവിൻ്റെ രാജ്യത്തിൽ കടക്കാൻ കഴിയുള്ളൂ. പിതാവിൻ്റെ ഭവനവും വാസസ്ഥലവും ഒക്കെ ഒരുക്കിയ ശേഷം വരാവുന്ന പ്രകാരം പുത്രൻ ഇവിടെ വന്ന് ഭൂമിയിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗങ്ങളുടെ ഒരു മണവാട്ടി ഒരുക്കം, അതാണ് ഇവിടെ കിട്ടുന്നത്. മണവാളനെ എതിരേൽക്കാനായി വിളക്കും എണ്ണയും കരുതിയവർ, ഇതെല്ലാം ഇതിൽ കടന്നു പോകുന്ന വഴികളിലൂടെ നമ്മൾ കണ്ടുമുട്ടും. നമുക്ക് നോക്കാം. മത്തായി 1:23 കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനെ നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാചകൻ വഴി എഴുതി പല പ്രവാചകൻ വഴി നമുക്ക് പുത്രനെ പറ്റി, പിന്നെ അബ്രാഹത്തിലൂടെ എല്ലാം രക്ഷകനെ പറ്റി, ദാവീദിൻ്റെ സന്തതിയിൽ പിറക്കും, എല്ലാം നമുക്ക് മനസ്സിലായി. ഒരു രക്ഷകനെ യഹൂദർ വർഷങ്ങളായി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുൽത്തൊട്ടിൽ ജനിച്ച അവനെ യഹൂദർ രക്ഷകനായി സ്വീകരിച്ചില്ല. പണ്ഡിതരായ യഹൂദർക്ക് എല്ലാം അറിയാമായിരുന്ന യഹൂദർക്ക് അവനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അത് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന വഴികളിൽ കണ്ടുമുട്ടും. എല്ലാവർക്കും അത് മനസ്സിലാവും. ഇനി ആര് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയില്ല, എല്ലാം മനസ്സിലാവും. മത്തായി 1:23 ഇപ്പം നമ്മൾ വായിച്ചു കേട്ടു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ പേര് എമ്മാനുവേൽ. എമ്മാനുവേൽ എഴുതിയാൽ അറിയാം. എമ്മാനുവേൽ. ശരി, ആളിവിടെ വന്ന് നമ്മളെപ്പോലെ ഒരു 30 വയസ്സ് വരെ ആശാരിപ്പണിയൊക്കെ ചെയ്ത് 30 വയസ്സ് മുതൽ 33 വയസ്സ് വരെ പരസ്യ ജീവിതം ചെയ്ത് കുരിശിൽ മരിച്ച് പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞ പ്രകാരം തന്നിട്ട് പിതാവിൻ്റെ നാട്ടിൽ പോയി, പിതാവിൻ്റെ രാജ്യത്ത് പോയി. അത് പിതാവിൻ്റെ വലത് ഭാഗത്ത്, അത് നമുക്ക് സങ്കീർത്തനം 110
സങ്കീർത്തനം, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠ വാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് വിളിക്കാൻ. ഇപ്പം ഇതെല്ലാം കുരിശുമരണം കഴിഞ്ഞ് പിതാവിൻ്റെ അടുത്തേക്ക് പുള്ളി പോയിരിക്കുകയാണ്. അപ്പം പിതാവിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ വീണ്ടും വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഇവിടെ ഭൂമിയിൽ നടക്കാം. 2000 വർഷം കഴിഞ്ഞു പോയി. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യനായിരുന്ന തോമാശ്ലീഹ നേരിട്ട് കേരളത്തിൽ വന്നു. അപ്പോൾ യേശു മരിച്ച് വലിയ താമസം കൂടാതെ തോന്നുന്നു. നമുക്ക് 1500 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്രിസ്ത്യാനികളുടെ സമൂഹം കൊടുങ്ങല്ലൂർ വന്ന് മലയാറ്റൂർ കുന്ന് പോകുന്നു. അത് കഴിഞ്ഞ് മൈലാപ്പൂർ പോകുന്നു. അവിടുന്ന് കുത്തം കൊണ്ട് മരിക്കുന്നു. അതിൻ്റെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് കർത്താവ് പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ പോയി അതെല്ലാം എനിക്ക് സംസാരിക്കേണ്ടതെല്ലാം അവിടെ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഇപ്പം എല്ലാം കൂടെ പൂർത്തിയായി. അതിൻ്റെ റിവൈൻഡിങ് നടക്കുകയാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിവൈൻഡിങ് ആണ്. അത് കേട്ടില്ല എന്ന് ഇനി ആരും പറയില്ല. അത് കേൾക്കേണ്ട ജോലി, കേൾപ്പിക്കേണ്ട ജോലി അത് ഇൻ്റർനെറ്റ് വഴിയോ ബ്ലൂടൂത്തോ യൂട്യൂബോ അങ്ങനെയൊക്കെയോ സംഗതികൾ അവിടെയൊക്കെ എത്തും. പക്ഷേ എന്നെ ഏൽപ്പിച്ച ജോലി യോനായുടെ അടയാളം. യോനായോട് കർത്താവ് പറഞ്ഞു, എടാ പോയി അവിടെ പോയി പറയടാ. അവൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ താർഷീദിൻ്റെ കപ്പലെ അറിയാതെ പൊട്ടനെ പോലെ കയറി താർഷീദ് കപ്പലിൽ നിന്ന് ഉരുട്ടിയിട്ട് തിമിംഗലം വിഴുങ്ങി അവനെ കൊണ്ടുപോയിട്ട് നിനിവയെ കൊണ്ട് ഛർദ്ദിച്ചു. എന്നിട്ട് അവൻ നിനിവേക്കാരോട് പറയേണ്ടത് പറഞ്ഞു. അതുപോലെ കർത്താവ് ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അവനത് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ പിതാവിൻ്റെ ഗ്രന്ഥത്തിൽ പേര് ചൊല്ലി വിളിച്ച കുറേ ആളുകൾ ഈ ഭൂമിയുടെ അതിർത്തികളുണ്ട്. അത് ഹിന്ദുവാകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആകാം. ജാതി മതമൊന്നും ദൈവത്തിന് വിഷയമല്ല. ആണും പെണ്ണുമായിട്ട് രണ്ടെണ്ണത്തിനെ കർത്താവ് സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇവരുണ്ടാക്കിയ ഒരു സംവിധാനം അത് സാരമില്ല. അത് പിശാച് ചെയ്തതാണ്. പിശാചിൻ്റെ പണി പിശാച് നടക്കട്ടെ. കർത്താവിൻ്റെ പണി കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. പിതാവിൻ്റെ രാജ്യവും വാസസ്ഥലവും എല്ലാം എന്താണ് എന്നൊരു പൂർണ്ണ രൂപം കിട്ടാൻ ഈ നമ്മൾ കടന്നു പോകുന്ന വഴിയിലൂടെ നമുക്കെല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും. പിതാവിൻ്റെ സ്നേഹത്തെപ്പറ്റി നമുക്ക് ഒന്നുകൂടെ കേൾക്കാൻ നമ്മൾ പോയ വചനമാണ്. അത് വചനം നമ്മൾ കണ്ടു. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും. ഓക്കെ, അത് വേണ്ട, അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പം ഈ വചനത്തിനെ മാത്രം ഒന്ന് ഞാൻ തുറക്കുന്നു. കാരണം അധികം വചനങ്ങൾ തുറക്കാൻ നമുക്ക് സമയമില്ല. വളരെ ചുരുങ്ങിയ തോതിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വചനത്തെ മാത്രം തുറക്കുക. ഇപ്പം ഞാനൊരു സ്കൂൾ അധ്യാപകനാണെന്ന് വിചാരിക്കുക. സ്കൂൾ അധ്യാപകൻ, എൻ്റെ ക്ലാസ്സിലൊരു 42 കുട്ടികളുണ്ടെന്നും വിചാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കുട്ടികൾ എല്ലാവരും കൂടെ എഴുന്നേറ്റെന്ന് പറയാം, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ഈ ജോയിച്ചൻ സാറ് ഞങ്ങളോട്, എന്നെ ജോയിച്ചെന്നും വിളിക്കുന്നുണ്ട്, മൈക്കിൾ ഒഫീഷ്യൽ പേര്. ഈ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ഈ ജോയിച്ചൻ സാർ ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ സാറിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, ഞങ്ങളങ്ങനെ ആണ് താനുമെന്ന് എൻ്റെ 2 കുട്ടികൾ പറയും. എൻ്റെ 2 കുട്ടികളായിരുന്നു ഞാൻ പറഞ്ഞു. 42 കുട്ടികളിലെ 2 കുട്ടികൾ എൻ്റേതും ബാക്കി 40 മറ്റു കുട്ടികളുമാണ്. അപ്പോൾ ഈ 2 കുട്ടികൾ എങ്ങനെ പറയും, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ഈ ജോയിച്ചൻ സാറ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ സാറിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, ഞങ്ങൾ അങ്ങനെ ആണ് താനും എന്ന് എൻ്റെ 2 പിള്ളേർ പറയും. മറ്റു കുട്ടികൾ അല്ല താനും പറയും. പക്ഷേ ഈ വചനം നമ്മൾ നോക്കണം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്, ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും 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 മുദ്രയടിച്ചു തന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഞാൻ പറയുന്നു, ഈ പിതാവായ ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ, ഇത് നമ്മൾ ഓരോരുത്തരെ തിരിക്കാൻ പോവാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, അവൻ്റെ പേര് എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവൽ എന്ന് വിളിക്കപ്പെട്ടോ? പെട്ടില്ല. എമ്മാനുവൽ എന്ന പേരിൽ അല്ല പുള്ളി അറിയപ്പെട്ടത്. പുള്ളി യേശു, എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിയാ, എല്ലാവർക്കും അവൻ്റെ അപ്പൻ്റെ പേര് പറയാൻ നല്ലൊരു ഒരു ഉഷാറ് അല്ല, എന്തോ ഒരു ലഹരി വരും. കാരണം എൻ്റെ പേര് മൈക്കിൾ, എൻ്റെ പിതാവിൻ്റെ പേര് മിഖായൽ എഴുതിയാലും മൈക്കിൾ എഴുതിയാലും ഒന്ന് തന്നെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുക, ഇത് ഏത് മൈക്കിള്, അപ്പൻ മൈക്കിളോ മകൻ മൈക്കിളോ അറിയില്ല. അപ്പോൾ ഇതുപോലൊരു സംഭവം എന്ത് ചെയ്തു, പിതാവിന് മകനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് പിതാവിൻ്റെ പേര് തന്നെ വെച്ചിട്ട് ഭൂമിയിലേക്ക് വിട്ടു. അത് മറയ്ക്കപ്പെട്ടു. ഇന്നിതാ തുറന്നു കിട്ടി. പുത്രൻ്റെ പേര്, കുരിശിൽ മരിക്കാൻ വന്ന പുത്രൻ്റെ പേര് എമ്മാനുവൽ. ആരെങ്കിലും വിളിച്ചോ? വിളിച്ചിട്ടില്ല. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. രാജാക്കന്മാരുടെ രാജാവ് 2ാം സ്റ്റെപ്പിൽ വരും. സകല ജനപദങ്ങളെയും ഇരുമ്പ് കൊണ്ട് ഭരിക്കുന്ന വെളിപാടിൽ പ്രസവം നടക്കുന്നുണ്ട്. വെളിപാട് 12 അത് മുഴുവൻ വായിച്ചാൽ നമുക്ക് കിട്ടും. അത് വായിച്ചാൽ നമ്മുടെ സമയം കിട്ടില്ല. ഞാൻ 1-2 ഭാഗങ്ങൾ. വെളിപാട് 12
വെളിപാട് 12 വായിക്കുക. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമകനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് തൊണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടുത്തേക്കും സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത്, എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു: ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ